മെലൂഹയിലെ ചിരഞ്ജീവികൾ ഭാഗമിട്ട് ദേവപാനീയം തുടരുന്നു. മന്ദരപർവ്വതത്തിലേക്കുള്ള പാതയിലൂടെ രാജാവിൻ്റെയും അനുചര വൃന്ദത്തിൻ്റെയും നീക്കം സാവധാനത്തിലായിരുന്നു. 5 രാജകീയ രഥങ്ങൾക്ക് മുന്നിലായി 160 കുതിരപ്പട്ടാളക്കാർ അടങ്ങുന്ന ഒരു സുരക്ഷാ സംഘം 4 വ്യൂഹങ്ങളായി മുന്നോട്ട് നീങ്ങി. മുൻപിലുണ്ടായിരുന്നതുപോലെ 160 കുതിരപ്പട്ടാളക്കാർ ആ രഥങ്ങൾക്ക് പുറകിലായും സഞ്ചരിച്ചു. ഓരോ രഥത്തിൻ്റെയും പാർശ്വഭാഗത്തെ പടികളിൽ 10 വീതം സൈനികരും 5 വീതം ദാസിമാരും ഇരിപ്പുണ്ടായിരുന്നു. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഭയം വിതച്ചിരുന്ന അരിഷ്ടനേമി എന്നറിയപ്പെടുന്നവരായിരുന്നു ആ ഭടന്മാർ. നല്ല ഉറപ്പുള്ള തടി കൊണ്ടാണ് ആ രഥങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. വശങ്ങളിൽ ജാലകങ്ങളോ കിളിവാതിലുകളോ ഉണ്ടായിരുന്നില്ല. മുകൾ ഭാഗത്ത് അകത്തേക്ക് കാറ്റ് കടക്കുന്നതിനായി ചെറിയ പഴുതുകൾ ഇട്ടിരുന്നു. മുന്നിൽ സാരഥിയുടെ പിന്നിലായി കാറ്റും വെളിച്ചവും കടക്കുന്നതിനായി അഴികൾ ഇട്ടിരുന്നു. പെട്ടെന്ന് ഒരു ആക്രമണമുണ്ടായാൽ അത് അടച്ചിടുവാൻ കഴിയും. രഥങ്ങളെല്ലാം ഒരുപോലെയുള്ളവയായിരുന്നു. ഇതുമൂലം ഏതു രഥത്തിലാണ് രാജകുടുംബം യാത്ര ചെയ്യുന്നത് എന്ന് അറിയുക അസാധ്യമായിരുന്നു. ദിവ്യദൃഷ്ടിയുള്ള ഒരാൾക്ക് ആ വാഹന വ്യൂഹത്തിലെ 1-ാമത്തെയും 3-ാമത്തെയും 4-ാമത്തെയും രഥങ്ങൾ ശൂന്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. 2-ാമത്തെ രഥത്തിലായിരുന്നു രാജകുടുംബം, ദക്ഷൻ, പത്നി, വീരിണി, മകൾ സതി എന്നിവർ. അവസാനത്തെ രഥത്തിൽ സേനാപതി പർവ്വതേശ്വരനും അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പടയാളിനും. അച്ഛാ, പൂജയ്ക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഞാനും അങ്ങയുടെ കൂടെ വരണമെന്ന് നിർബന്ധിക്കാൻ കാര്യമെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. പ്രധാന ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ പോലും എനിക്ക് അനുവാദമില്ല, സതി പറഞ്ഞു. പലതവണ ഞാനിത് നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ദക്ഷൻ പുഞ്ചിരിച്ചുകൊണ്ട് സതിയുടെ കയ്യിൽ മൃദുവായി അടിച്ചു. നിന്റെ മുഖം കാണാതെ എൻ്റെ പൂജകളൊന്നും തന്നെ പൂർത്തിയാവുകയില്ല. ഈ നശിച്ച നിയമങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. അച്ഛാ, പരിഭ്രമം നിഴലിക്കുന്ന പുഞ്ചിരിയോടെ പരിഹാസം സ്ഫുരിക്കുന്ന വിധം തലയാട്ടിക്കൊണ്ട് സതി മന്ത്രിച്ചു. നിയമത്തെ അധിക്ഷേപിക്കുന്ന പിതാവിന്റെ നടപടി തെറ്റാണെന്ന് സതിക്കറിയാമായിരുന്നു. സതിയുടെ മാതാവ് വീരിണി വിഷമകരമായ പുഞ്ചിരിയോടെ ദക്ഷനെ നോക്കി. പിന്നെ സതിയെ ഒന്ന് നോക്കിയ ശേഷം അവർ ഗ്രന്ഥത്തിലേക്കു മടങ്ങി. ആ രാജകീയമായ യാത്രാസംഘത്തിൽ നിന്നും അല്പം അകലെയായി കനത്ത കാടിന്റെ മറപിടിച്ച് 50ഓളം വരുന്ന പടയാളികളുടെ സംഘം നീങ്ങിക്കൊണ്ടിരുന്നു. തുകൽ കൊണ്ടുള്ള പടച്ചട്ട ധരിച്ചിരുന്ന അവർ അവരുടെ നീക്കങ്ങൾ അനായാസമാക്കുന്നതിനായി ഉടുമുണ്ട് മുറുകെ കെട്ടിയിരുന്നു. ഓരോരുത്തരുടെ പക്കലും 2 വാളുകൾ, ഒരു നീളൻ കത്തി, ലോഹം കൊണ്ട് നിർമ്മിച്ച പരിച എന്നിവയ്ക്ക് പുറമെ മുതുകിൽ തുകൽ കൊണ്ടുള്ള പോർച്ചട്ട കെട്ടിവെച്ചിരുന്നു. 3 ചെറിയ കത്തികൾ സൂക്ഷിക്കാൻ കഴിയുന്ന അറകൾ ഉള്ളതായിരുന്നു അവരുടെ പാദരക്ഷകൾ. ആ സംഘത്തിന്റെ ഏറ്റവും മുന്നിലായി 2 പേർ നടപ്പുണ്ടായിരുന്നു. യുദ്ധത്തിന്റെ മുറിപ്പാടുകൾ മുഖത്തുണ്ടായിരുന്ന സുന്ദരനായ ഒരുത്തനായിരുന്നു അവരിലൊരാൾ. തവിട്ടു നിറത്തിലുള്ള തലപ്പാവാണ് അയാൾ ധരിച്ചിരുന്നത്. അയാൾ പടനായകനാണെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ആ തലപ്പാവ്. അയാളുടെ തുകൽ കൊണ്ടുള്ള മാർച്ചട്ട അല്പം അയച്ചാണ് കെട്ടിയിരുന്നത്. ഒരു സ്വർണമാലയും പതക്കവും അശ്രദ്ധമായി പുറത്തേക്ക് ദൃശ്യമാകും വിധം അയാളുടെ കഴുത്തിൽ കിടന്നിരുന്നു. ഭംഗിയുള്ള ഒരു വെളുത്ത ചന്ദ്രക്കല ആ പതക്കത്തിലുണ്ടായിരുന്നു. ചന്ദ്രവംശികളുടെ അടയാളമായിരുന്നു അത്. അയാളുടെ തൊട്ടടുത്തായി ആപാദചൂടം മറയ്ക്കുന്ന വിധത്തിലുള്ള വസ്ത്രമണിഞ്ഞ ഒരു ഭീമാകാര രൂപം നടപ്പുണ്ടായിരുന്നു. ആ വസ്ത്രത്തോട് തുന്നിച്ചേർത്ത ശിരോവസ്ത്രം അയാളുടെ തലവഴി വലിച്ചിട്ടുണ്ടായിരുന്നു. കറുത്ത മുഖം മൂടികൊണ്ട് അയാളുടെ മുഖം മറച്ചിരുന്നു. നല്ല കരുത്തറ്റ മാംസളമായ കൈകളും ബദാമിന്റെ ആകൃതിയിലുള്ള കണ്ണുകളും മാത്രമേ പുറത്തു കാണാനുണ്ടായിരുന്നുള്ളൂ. തുകൽ കൊണ്ടുള്ള സർപ്പത്തിന്റെ ആകൃതിയിലുള്ള ഓം രൂപം തുന്നിച്ചേർത്ത ഒരു കങ്കണമായിരുന്നു അയാളുടെ കൈത്തണ്ടയിൽ കെട്ടിയിരുന്നത്. പടനായകനു നേർക്ക് നോക്കാതെ തന്നെ ആപാദചൂടം മൂടിയ രൂപം പറഞ്ഞു, വിശ്വധന്വൻ, നിന്റെ അടയാളം പുറത്ത് കാണാനുണ്ട്. അത് അകത്തേക്കിട്ട് പടച്ചട്ട മുറുക്കിക്കെട്ട്. പരിഭ്രമിച്ചുപോയ വിശ്വധന്വൻ ഉടൻ തന്നെ സ്വർണമാലയും പതക്കവും അകത്തേക്കിട്ട്
മാർച്ചട്ട അടയ്ക്കുന്നതിനായി ചുമലിലെ ഇരുവശത്തുമുണ്ടായിരുന്ന ചരടുകൾ മുറുക്കിക്കെട്ടി. ക്ഷമിക്കണം പ്രഭോ, വിശ്വദ്യുമ്നൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി ഇത് മന്ദര പർവ്വതത്തിലേക്കുള്ള വഴിയാണോ എന്ന കാര്യം നമുക്ക് ഉറപ്പിച്ചെടുക്കാം എന്നാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ വിവരം ശരിയാണോ എന്ന കാര്യം ഉറപ്പിക്കാം. അവളെ തട്ടിക്കൊണ്ടുപോകുവാൻ നമുക്ക് പിന്നീടൊരിക്കൽ വരാം. എന്തായാലും ഇപ്പോൾ നമ്മുടെ എണ്ണം അപകടകരമാം വിധം കുറവാണ്. ഇപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനാവില്ല. ശിരോവസ്ത്രമിട്ട രൂപം ശാന്തമായി പറഞ്ഞു. വിശ്വദ്യുമ്നൻ, ഞാൻ ആക്രമിക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ടോ? നമ്മൾ എണ്ണത്തിൽ കുറവാണെന്ന കാര്യം പിന്നെ ഏത് സാഹചര്യത്താലാണ് ഉയർന്നു വരുന്നത്? മന്ദരപർവ്വതത്തിന്റെ ദിശയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുനേരം വൈകിയെന്ന് വെച്ച് സ്വർഗം താഴെ വീഴാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ അവരെ പിന്തുടരുന്നു. വിശ്വദ്യുമ്നൻ ശ്വാസം നെടുകായി ഉള്ളിലേക്ക് വലിച്ചു. തന്റെ സ്വാമിയുടെ കാഴ്ചപ്പാടിനെ എതിർക്കുന്നതുപോലെ അയാൾ വെറുക്കുന്ന മറ്റൊരു കാര്യമില്ല. തന്റെ സ്വാമിയാണ് സൂര്യവംശികളുടെ അപൂർവമായ സഹതാപം പിടിച്ചുപറ്റി ലക്ഷ്യപ്രാപ്തിക്കുള്ള അവസരം കണ്ടെത്തിയിരിക്കുന്നത്. ഈ മുന്നേറ്റം അവരെ മെലൂഹയുടെ ഹൃദയത്തിലേക്ക് കടന്നു കയറുവാനും അതിനെ കീറി മുറിക്കുവാനും സഹായിക്കും. അയാൾ സൗമ്യമായി പറഞ്ഞു. പ്രഭോ, കാര്യങ്ങൾ വൈകുന്നത് രാജ്ഞിക്കിഷ്ടമില്ല. ആളുകൾക്ക് ഇടയിൽ അസ്വസ്ഥത വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധാകേന്ദ്രം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്നവർക്ക് തോന്നുന്നുണ്ട്. ശിരോവസ്ത്രം ധരിച്ച രൂപം തക്ഷണം തിരിഞ്ഞു നിന്നു. അയാളുടെ ശരീരം രോഷം പ്രകടിപ്പിക്കുന്നതായി തോന്നിയെങ്കിലും ശബ്ദം ശാന്തമായിരുന്നു. എന്റെ ശ്രദ്ധ നഷ്ടപ്പെടുന്നില്ല. നിനക്കു വേണമെങ്കിൽ തിരിച്ചു പോകാം. നിനക്ക് നിന്റെ പണം കിട്ടും. വേണ്ടി വന്നാൽ ഞാൻ ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യും. തന്റെ നേതാവിന്റെ അപൂർവമായ രീതിയിലുള്ള വികാരപ്രകടനം കണ്ട വിശ്വദ്യുമ്നൻ ഉടൻ പ്രതികരിച്ചു. അല്ല പ്രഭോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ക്ഷമിക്കണം. എന്നെ പറഞ്ഞു വിടുന്നതുവരെ ഞാൻ താങ്കളോടൊപ്പമുണ്ടാകും. താങ്കൾ പറഞ്ഞത് ശരിയാണ്. അല്പം മണിക്കൂറുകൾ വൈകിയെന്ന് വെച്ച് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. നൂറ്റാണ്ടുകളായി നമ്മൾ അതിന് കാത്തിരിക്കുകയാണെന്ന കാര്യം ആലോചിക്കുമ്പോൾ അത് ഒന്നുമല്ലല്ലോ. ആ പടയണിച്ചതുരം രാജകീയ ഘോഷയാത്രയെ പിന്തുടർന്നുകൊണ്ടിരുന്നു.